ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ധനുഷ് ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, സായി പല്ലവി ഉണ്ട്, ഇസൈ അഭയങ്കർ ഉണ്ട്. ഇവരെല്ലാവരും അമരൻ ഡയറക്ടർ ശിവകാർത്തികേയൻ്റെ ആ സിനിമയിലെ ഡയറക്ടറുടെ രാജ്കുമാറിൻ്റെ ഒരു പുതിയ സിനിമയായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാം. മമ്മൂട്ടിയെ കാണിക്കണേ. വണ്ടർ ബാർ ഫിലിംസ്. സായി അഭയങ്കറാണ് മ്യൂസിക്. പുഷ്പ ആർട്ടെ തിരുച്ചെന്തൂർ ടെമ്പിൾ ആണോ ഇത്? ശിവ ഓ, ഇതും അമരൻ മാതിരി തന്നെ തോന്നുന്നു. ഒരു ജീപ്പ് വരുന്നുണ്ട്, എല്ലാരും പേടിക്കുന്നുണ്ട്. എല്ലാരും എന്തിനു കരയണേ? വില്ലനല്ല, പോലീസ് പട്ടാളം പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടാ. ഒരു കാട്ടില് പോകുന്നു, കാട്ടില് അവിടെ പട്ടാളക്കാരെ വരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ധനുഷ് വരും. ഇത് തന്നെയാണ് എല്ലാ സിനിമയിലും ഉള്ളത്. അപ്പൊ ഒന്നുകൂടെ ധനുഷ് വരുന്നു. ഇല്ല, ധനുഷിന്റെ സിനിമയിൽ മാത്രമല്ല, ഹീറോയുടെ സിനിമയാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് രക്ഷിക്കാൻ വേണ്ടി മിക്കവാറും ധനുഷ് വരുമായിരിക്കും. അത് തന്നെ ആയിരിക്കും. നോക്കാം. എല്ലാരും ആ മുഖത്ത് പേടിയുള്ള ഇത് വെച്ചിട്ടുണ്ട്. സൗണ്ട് കേട്ടല്ലോ, ധനുഷ് വരുന്നു. അത് തന്നെ ആ സൗണ്ട്. ഓ, ധനുഷിന് എൻട്രി ആണ് ഇപ്പൊ. സായി അഭയങ്കർ, ഇസൈ അഭയങ്കർ, അണ്ണാ മലയിറങ്ങി. ഇവര് ദൈവത്തിന്റെ പേരെന്താണ് വിളിക്കുന്നത്? അണ്ണാ മലയിറങ്ങ, അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ദൈവത്തിന്റെ പേരാണ്. ഈ ദൈവത്തിന്റെ പേര് പറയുമ്പം വരുന്നത് ദൈവപുത്രനായിരിക്കുമല്ലോ, നായകനായിരിക്കും. ധനുഷിന്റെ എൻട്രി ആയിരിക്കും. സായുടെ ആ ചെറിയൊരു മ്യൂസിക് കത്തിക്കലൊക്കെ കൊള്ളായിരുന്നുള്ളൂ. ബട്ട് ഇതുവരെ ആ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരു എൻഗേജിങ് ആയിട്ടൊന്നും ഇല്ല. ആസ് യൂഷ്വൽ സാധനം തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ധനുഷ്, രാജ്കുമാർ, വില്യം, മ്യൂസിക്, ഇസൈ അഭയങ്കർ. ഓ, തോക്കല്ലായിരുന്ന കറക്റ്റ് ചെയ്ത്. ധനുഷ്, ഇസൈ അഭയങ്കറുടെ ഒരു കത്തിക്കൽ തന്നെയാണ്. ഓം അസുര, ഓം ചാപ്റ്റർ 1 ഉദിരം ദ ബ്ലഡ് വുഡ്. ചാപ്റ്റർ 1 അപ്പം സിനിമാസ് ഒക്ടോബർ മാസമാണ് കേട്ടാ. ഒക്ടോബർ 16, 2026 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഉദിര ദ ബ്ലഡ് വുഡ് ചാപ്റ്റർ 1. അപ്പൊ ചാപ്റ്റർ 2 ഉണ്ട്. ഇതും സെക്കൻഡ് പാർട്ടാണ്. ഇസൈ അഭയങ്കറിന്റെ മ്യൂസിക്, സായി അഭയങ്കറിന്റെ മ്യൂസിക് സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് തോന്നുന്നു തീം മ്യൂസിക് സോങ് ആയിരിക്കും മിക്കവാറും വരുന്നത്. ധീര സൂര അസുര എന്നൊക്കെ പാടുന്നുണ്ട്. ആൻഡ് ധനുഷിനെ കണ്ടപ്പോൾ ആസ് യൂഷ്വൽ ധനുഷായിട്ട് തന്നെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് മാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു തോന്നലോ ഫീലുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ഗൂസ് ബംസ് സീൻസും തോന്നിയില്ലായിരുന്നു. അപ്പാടെ ഒരു എന്താ പറയുക, ഒരു ഒന്നുമില്ലാത്തൊരു ഗ്ലിംസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ദ ബ്ലഡ് വുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാട്ടിൽ തെങ്ങ് വെട്ടുന്ന, ഇനിയിപ്പോൾ ഈ തെങ്ങ് അല്ലെങ്കിൽ തെങ്ങ് ഈ മരം വെട്ടുന്നത്, ഈ തടി വെട്ടുന്നത് എന്തോ ഒരു പരിപാടിയാണ്. അത് ബ്ലഡ് വുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ബ്ലഡ് മരം വെട്ടുന്ന അത് വെച്ചൊക്കെ നടക്കുന്നുണ്ട് ഇവര്. അപ്പോൾ അങ്ങനെ വെട്ടാൻ വരുമ്പോഴും ഇവരെ പിടിക്കുന്നത്, അപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ധനുഷ് വരുന്നത്. ആ ഒരു സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത് പടം കണ്ടിട്ട്. പക്ഷെ തുടക്കത്തിലൊക്കെ ഈ മേഖമൊക്കെ പോകുന്ന സീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു
അപ്പോൾ ഇത് ഇനിയിപ്പോൾ രായം വല്ല ആയിരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷെ രായനല്ല. പക്ഷെ എന്നിരുന്നാലും രായൻ്റെ ആ ഒരു ഷർട്ട് ടൈപ്പല്ല രായനുണ്ടെങ്കിൽ ആ മുടി മാത്രം എന്തോ മാറ്റിയിട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കെന്തോ അത്രയൊന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. BGM മാത്രം, BGM ഒഴിച്ച് ബാക്കി ഗ്ലിംസ് പക്ക എന്തോ എന്തോ തിളച്ച സാമ്പാർ പോലത്തെ ഒരു ഇതാണ് ഇപ്പോൾ റിലീസ് ചെയ്തത്. എന്തിനു വേണ്ടി റിലീസ് ചെയ്ത് ഒരു ഗൂസ് ബംസ് ഇല്ല, ഒന്നുമില്ല. ആ ഒരു BGM മാത്രം കൊള്ളാം, ഫസ്റ്റ് ഈ ഷോട്ട് കൊള്ളാം. അല്ലാത്ത പക്ഷം ആ ഒരു ഡെവലപ്മെന്റ് ആയാലും ബിൽഡപ്പ് ആയിരുന്നാലും ഒന്നും കയറി വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. ബട്ട് സിനിമ നോക്കാം. പിന്നെ ഞാൻ മമ്മൂട്ടിയെ പ്രതീക്ഷിച്ചു, മമ്മൂട്ടി ഇതിലില്ല. മമ്മൂട്ടിയുടെ പേര് പോലും കൊടുത്തില്ല. മമ്മൂട്ടിയെ അവഗണിച്ചോന്നോ മാറ്റി നിർത്തിയോന്ന് പോലും അറിഞ്ഞില്ല. മമ്മൂട്ടി ആയിരിക്കും മിക്കവാറും വില്ലൻ ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം മമ്മൂട്ടി പുറന്ന സ്ഥലത്തിലൊക്കെ പോയി വില്ലൻ വേഷമൊക്കെ ചെയ്യാറൊക്കെ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ മമ്മൂട്ടി ഈ ഗ്യാങ്ങിലെ തലവനാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ടു തന്നെ അറിയണം. എന്നാലും മമ്മൂട്ടിയെ എടുക്കാത്തത്, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കാണിക്കാത്തത്, ഒരു ചെറിയ റോളിലെങ്കിലും അല്ലെങ്കിൽ ഒന്ന് മമ്മൂട്ടിയെ കാണിക്കായിരുന്നു. എന്നാലും ഗ്ലിംസ് ഒന്നുമില്ല ഗ്ലിംസിൽ.